Hi everyone, welcome to K2 Classroom by Neenu. Today we will see the execution of a complete instruction. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത ഓപ്പറേഷൻ എങ്ങനെയാണ് ഇൻറ്റേർണലി പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആണ്. അതായത് വി നോ ദാറ്റ് ദ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഹാസ് ടു ഫേസസ്, ദാറ്റ് ആർ ദ ഫെച്ച് ഫേസ് ആൻഡ് എക്സിക്യൂഷൻ ഫേസ്. ആ ഒരു രണ്ട് ഫേസും, അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് മുതൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നവരേക്കുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കൺസിഡർ എൻ എക്സാമ്പിൾ ആഡ് കണ്ടന്റ് ഓഫ് R3, R1. ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ഒരു അഡീഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഇതൊരു രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലുള്ളൊരു ഇൻസ്ട്രക്ഷനാണ്. സോ വി ആർ നോട്ട് ആഡിങ് ദ കണ്ടന്റ് ഓഫ് R3 ആൻഡ് R1. We are adding the content of a memory location which is pointed by the register R3 and the content of R1. R1 രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും R3 പോയിൻ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ. And we know that the first operand is available in a memory location which is pointed by the register R3. So we have to fetch the first operand from the memory location. Okay, then we will perform the addition operation and the result will be loaded to the register R1. These are the different steps in the complete execution of this instruction. Now let's see the control sequence associated with the execution of this instruction add content of R3, R1. ഇവിടെ നിങ്ങൾക്ക് പ്രോസസ്സറിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ കാണാം. ദിസ് ഈസ് ദ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് ദ പ്രോസസ്സർ ആൻഡ് ദീസ് ആർ ദ കൺട്രോൾ സീക്വൻസ് അസോസിയേറ്റഡ് വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ ആഡ് കണ്ടന്റ് ഓഫ് R3, R1. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി. We know that the address of the next instruction to be executed will be available in the program counter register. നമുക്ക് ആ ഒരു പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിൻ്റെ കണ്ടന്റ് MAR രജിസ്റ്ററിനകത്തോട്ട് കോപ്പി ചെയ്ത് ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ആക്സസ് ദ മെമ്മറി ലൊക്കേഷൻ ഇൻ വിച്ച് ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ്. ഓക്കെ, അതായത് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ വി ഹാവ് ടു ഔട്ട് ദ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ടു ദ ബസ്, ദാറ്റ് ഈസ് PC out. PC ഔട്ട് എന്ന് പറയുന്നൊരു സിഗ്നൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടന്റ് ഈ ഒരു ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ MAR in മീൻസ് അഡ്രസ് രജിസ്റ്ററിൻ്റെ ഇൻ സിഗ്നലാണ് നമ്മൾ ആക്റ്റീവ് ആക്കുന്നത്. അതായത് ബസ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്രസ് ലൊക്കേഷൻ MAR രജിസ്റ്ററിനകത്ത് കോപ്പി ആവുകയാണ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും MAR രജിസ്റ്ററിനകത്ത് അവൈലബിൾ ആവുന്നത്. ദെൻ ദ കൺട്രോൾ ലോജിക് ഈസ് ഇഷ്യൂയിങ് എ റീഡ് റിക്വസ്റ്റ്. ഓക്കെ, അതാണ് മെമ്മറി ഫെച്ച് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത്. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ഷുഡ് ഇൻക്രിമെൻറ്റ് ഓട്ടോമാറ്റിക്കലി ബൈ 4 ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. വി ഹാവ് ടു ആഡ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 വിത്ത് ദ കറൻറ്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ. ഓക്കെ, നമുക്ക് കറൻറ്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ബസ്. ദെൻ വി വിൽ സെലക്ട് ദിസ് 4. മൾട്ടിപ്ലക്സർ ഇൻപുട്ടിനകത്ത് നമുക്കൊരു 4 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് അവൈലബിൾ ആണ്. വി വിൽ സെലക്ട് ദാറ്റ് 4 ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് 4 ഈസ് അവൈലബിൾ അറ്റ് ദ A input of the ALU. And we know that the address of the current program counter value is available in the bus and it is also available to the ALU through this input B. Okay. Then whenever the add signal is active, the ALU will add the two inputs A and B and produces the output, and we have to store the output within the temporary register Z. Okay, ആ ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. We will select 4 and add. Select 4 എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ A ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ B ഇൻപുട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. B ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബസ്സിനകത്ത് എന്താണോ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഡാറ്റ ആയിരിക്കും ഇപ്പോൾ B ഇൻപുട്ടിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം ബസ്സിനകത്ത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറണ്ട് വാല്യൂ ആണ് ഈ ഒരു ബസ്സിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ B ഇൻഡിക്കേറ്റ്സ് ദ കറണ്ട് വാല്യൂ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് A ഇൻഡിക്കേറ്റ്സ് ദ കോൺസ്റ്റന്റ് വാല്യൂ 4. ദെൻ വി ആർ പെർഫോമിംഗ് ആൻ അഡീഷൻ ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ദ പ്രോഗ്രാം കൗണ്ടർ ഈസ് ഇൻക്രിമെൻറ്റിംഗ് ബൈ 4. Then we are storing this modified program counter value within the Z register by making this Z inactive. Okay, അതായത് Z രജിസ്റ്ററിനകത്ത് ഇപ്പോൾ മോഡിഫൈഡ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. Now we have to load the modified value into the program counter. So Z ഔട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് Z രജിസ്റ്ററിനകത്ത് നമുക്കറിയാം പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറണ്ട് വാല്യൂവും 4ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്, ഒരു റിസൾട്ടാണ് Zനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു റിസൾട്ട് ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് ലോഡഡ് ടു ദ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ നമ്മൾ മോഡിഫൈ ചെയ്തു. നൗ ദ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 4. ഓക്കെ, ദെൻ
ഇവിടെ ഒരു വൈ ഇൻ എന്ന് പറയുന്നൊരു സിഗ്നൽ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സിഗ്നൽ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ദെൻ ദ പ്രോസസർ ഈസ് വെയിറ്റിംഗ് ഫോർ ദ മെമ്മറി ഫംഗ്ഷൻ കൺട്രോൾ സിഗ്നൽ WMFC സിഗ്നൽ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ്. അതായത് ഇവിടെ ഒരു മെമ്മറി റിക്വസ്റ്റ്, മെമ്മറി റീഡ് റിക്വസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി വിൽ അക്നോളജ് ദ പ്രോസസർ ബൈ സെൻഡിങ് MFC സിഗ്നൽ, മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിഗ്നൽ മെമ്മറിനകത്തുനിന്ന് പ്രോസസ്സറിന് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ആ ഒരു സിഗ്നൽ കിട്ടുന്നത് വരെ പ്രോസസ്സർ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ്. ആ ഒരു അക്നോളജ്മെൻറ്റ് മെമ്മറിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ്സർ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ മെമ്മറി റീഡ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദ മെമ്മറി വേർഡ് ഈസ് അവൈലബിൾ ഇൻ ദ MDR രജിസ്റ്റർ. ഓക്കെ, ദെൻ whenever the MFC signal is received, the processor will read the MDR register. MDR രജിസ്റ്ററിനകത്ത് ഇപ്പോൾ എന്തായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് MAR രജിസ്റ്ററിനകത്ത് കൊടുത്തിട്ട് റീഡ് ചെയ്തിട്ടുണ്ടായത്, റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വിൽ ബി അവൈലബിൾ ഇൻ ദ MDR രജിസ്റ്റർ. നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തേക്ക് കോപ്പി ചെയ്യാണ് വേണ്ടത്. നമ്മളെങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക, MDR out IR in. MDR out എന്ന് പറയുന്ന സമയത്ത് MDR രജിസ്റ്ററിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ ഈ ഒരു ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ IR in എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഇൻസ്ട്രക്ഷൻ IR രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തേക്ക് കോപ്പി ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫസ്റ്റ് 3 സ്റ്റെപ്സ് ആണ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് വരുന്നത്. ഏതൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 3 സ്റ്റെപ്സ്, നമ്മൾ ഇനീഷ്യൽ എഴുതുന്ന ഈ ഒരു 3 സ്റ്റെപ്സ് സെയിം തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു വൈ ഇൻ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഈ ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് വെനെവർ വി ആർ പെർഫോമിങ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. നമുക്കറിയാം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോസസ്സർ ബസ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്, പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മളൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ളതെങ്കിൽ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ബ്രാഞ്ച് ടാർഗറ്റ് അഡ്രസ്. ആ ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൗണ്ടർ വാല്യൂ വൈ ഇൻ രജിസ്റ്ററിനകത്തേക്ക് കൊടുക്കുന്നത്. അതായത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു വൈ ഇൻ എന്ന് പറയുന്ന ഒരു സിഗ്നലിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. നമ്മൾ ഇവിടെ ഈ ഒരു അഡീഷൻ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വൈ ഇൻ സിഗ്നൽ എഴുതിയത് കൊണ്ട് പ്രത്യേകിച്ച് എററൊന്നും വരില്ല, ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് ദ വൈ രജിസ്റ്റർ അറ്റ് ദിസ് സ്റ്റേജ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു 3 സ്റ്റെപ്പ്, ഫസ്റ്റ് 3 steps are similar for all the instruction execution. Okay, then next നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, we have to execute the addition operation. നമുക്കറിയാം ഒരു ഓപ്പറാൻഡ് ഇവിടെ മെമ്മറിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദാറ്റ് മെമ്മറി അഡ്രസ് ഈസ് പോയിൻറ്റഡ് ബൈ ദ രജിസ്റ്റർ R3. നമുക്ക് ആ ഒരു R3 രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റാണ് ഫസ്റ്റ് ആക്സസ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ആ R3യുടെ കണ്ടൻറ്റ് MAR രജിസ്റ്ററിനകത്ത് കൊടുത്ത് ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്പറാൻഡ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫോർത്ത് സ്റ്റെപ്പിനകത്ത് എന്താണ് വരുന്നത്, R3 ഔട്ട്. R3 ഔട്ട് എന്ന് പറയുന്ന സമയത്ത് R3 രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആ ഒരു R3യുടെ കണ്ടൻറ്റാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പറാൻഡിൻ്റെ മെമ്മറി അഡ്രസ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ടു കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് R3 ഇൻ ടു ദ MAR രജിസ്റ്റർ. ഓക്കെ, R3 ഔട്ട് MAR ഇൻ ദെൻ എ റീഡ് റിക്വസ്റ്റ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക, R3 രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് MAR രജിസ്റ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു റീഡ് റിക്വസ്റ്റ് സിഗ്നൽ കൊടുക്കുകയാണ്. ദെൻ ദ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ വിച്ച് ഈസ് പോയിൻറ്റഡ് ബൈ ദ രജിസ്റ്റർ R3 വിൽ ബി ആക്സസ്ഡ്. ഓക്കെ, R1 രജിസ്റ്ററിനകത്താണ് നെക്സ്റ്റ് ഓപ്പറാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത്. വി ഹാവ് ടു ആക്സസ് ദാറ്റ് ഓപ്പറാൻഡ്. ദെൻ R1 ഔട്ട് വൈ ഇൻ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സിഗ്നൽസ് വരുന്നത്. R1 ഔട്ട് എന്ന് പറയുന്ന സമയത്ത് R1 രജിസ്റ്ററിലെ ഓപ്പറാൻഡ് ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ വി ആർ കോപ്പിയിങ് ദാറ്റ് ഓപ്പറാൻഡ് ഇൻ ടു ദ വൈ രജിസ്റ്റർ. ടെമ്പററി രജിസ്റ്ററിനകത്തേക്ക് നമ്മൾ സെക്കൻഡ് ഓപ്പറാൻഡിനെ കോപ്പി ചെയ്തിട്ടുണ്ട്. ദെൻ ദ പ്രോസസർ ഈസ് വെയിറ്റ് ഫോർ ദ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് സിഗ്നൽ. ഓക്കെ, WMFC സിഗ്നലാണ് നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. Then once the MFC signal is received from the memory, processor will access the MDR register. Okay, MFC signal receive ചെയ്ത് കഴിഞ്ഞാൽ it means that the first operand is available in the MDR register. We have to access that register. Sixth step നോക്കാം, MDR out. MDR out എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആക്സസ് ചെയ്ത ആ ഫസ്റ്റ് ഓപ്പറാൻഡ് ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ വി ഹാവ് ടു perform the addition operation. First operand is available in the bus and the second operand is available in the temporary register Y. Okay, then we have to perform the specified operation addition. Okay,
എങ്ങനെയാണ് അഡീഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക? അഡീഷൻ പെർഫോം ചെയ്യുന്നതിന് മുൻപ് വി ഹാവ് ടു സെലക്ട് ദ പ്രോപ്പർ ഇൻപുട്ട് ഓഫ് ദ മൾട്ടിപ്ലക്സ്. നമുക്കറിയാം y എന്ന് പറയുന്നൊരു ടെമ്പററി രജിസ്റ്ററിനകത്താണ് ഫസ്റ്റ് ഓപ്പറാൻഡ് വന്നിട്ടുള്ളത്. വി ഹാവ് ടു സെലക്ട് ദാറ്റ് y ആൻഡ് പെർഫോം ദ അഡീഷൻ ഓപ്പറേഷൻ. ഓക്കെ, സിക്സ്ത് സ്റ്റെപ്പിനകത്ത് വി വിൽ സെലക്ട് ദ y ആൻഡ് പെർഫോം ദ അഡീഷൻ ഓപ്പറേഷൻ ആൻഡ് ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ടെമ്പററി രജിസ്റ്റർ z. സോ വി ഹാവ് ടു മേക്ക് z inactive. ഓക്കെ, ദെൻ ആ ഒരു അഡീഷൻ്റെ റിസൾട്ട് z രജിസ്റ്ററിനകത്ത് അവൈലബിൾ ആയിരിക്കും. നൗ വി ഹാവ് ടു സ്റ്റോർ ദ റിസൾട്ട് ഇൻ ടു ദ രജിസ്റ്റർ R1. എങ്ങനെയാണ് ആ ഒരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക? സെഡിനകത്താണ് ഇപ്പോൾ റിസൾട്ട് കിടക്കുന്നത്. ദെൻ വി ഹാവ് ടു ആക്റ്റീവ് ദ സെഡ് ഔട്ട് സിഗ്നൽ ആൻഡ് R1 ഇൻ സിഗ്നൽ. ഓക്കെ, സെഡ് ഔട്ട് സിഗ്നൽ ആക്റ്റീവ് ആക്കുന്ന സമയത്ത് ബസ്സിനകത്ത് നമ്മുടെ റിസൾട്ട് അവൈലബിൾ ആയിരിക്കും. ദാറ്റ് റിസൾട്ട് വിൽ ബി കോപ്പിഡ് ടു ദ രജിസ്റ്റർ R1. ദെൻ ദർ ഈസ് എ എൻഡ് സിഗ്നൽ. സിഗ്നൽ എൻഡ് കൊടുക്കുന്ന സമയത്ത് ദ കൺട്രോൾ വിൽ ഗോ ടു ദ ഇനീഷ്യൽ സ്റ്റെപ്പ് 1. ഓക്കെ, സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, താങ്ക് യു.